ചേരുന്നു. ആദ്യം ഡോക്ടർ ബി ജയരാജ്, എന്തൊരു നിലപാട് മാറ്റമാണ് ഇത്! ആർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഒന്നുകിൽ പറയുക ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാണ്, ആ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്, അത് തന്നെ തുടർന്നോട്ടെ, പുനഃപരിശോധനാ ഹർജികൾ അത് പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് തള്ളിക്കളയണമെന്ന്. അതല്ലെങ്കിൽ മറിച്ച് പറയണം, യുവതീ പ്രവേശനം സാധ്യമല്ല, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ അനുവദിക്കുന്നത് ശരിയല്ല, അത് അവിടുത്തെ ആചാര ലംഘനമാണെന്ന്. ഇത് രണ്ടുമില്ലാത്ത ഒരു അഴകുഴമ്പൻ നിലപാട്. എന്താണ് ഇത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്? ഇതിനകത്ത് മഞ്ജുഷ ചോദിച്ച ചോദ്യം, ഇന്ന് മാധ്യമപ്രവർത്തകർ രാജീവിനോട് ചോദിച്ച ചോദ്യത്തിന്റെ കണ്ടന്റ് കേൾക്കുമ്പം ഇന്നലെ ആയിരുന്നല്ലോ വാലന്റൈൻസ് ഡേ അല്ലേ? ഇന്നലെ മെനഞ്ഞാന്നോ? വാലന്റൈൻസ് ഡേയിൽ ചില പയ്യന്മാർ വന്നിട്ട് ചോദിക്കത്തില്ലേ, എസ് ഓർണോ ഇപ്പൊ പറയണം, എന്നെ ഇഷ്ടമാണോ അല്ലയോ, എസ് ഓർണോ ഇപ്പൊ പറയണമെന്ന് പറയുന്ന, അങ്ങനെ മറുപടി പറയണമെന്ന്. എന്നാൽ തന്നെ കുട്ടികൾ ആലോചിച്ചിട്ട് അതിനൊരു മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാളത്ത് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറയാൻ. അതുപോലെ എസ് ഓർണോ പറയേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് രാജീവ് മിനിസ്റ്റർ ചോദിച്ചുള്ളൂ. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണ്? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയുടെ ക്വസ്റ്റ്യൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്, റിലീജിയസ് ഫ്രീഡത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഡിബേറ്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ എല്ലായ്പ്പോഴും ഇപ്പോൾ സ്റ്റാൻഡ് മാറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയത്തും ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഇരുമ്പിലൊക്കെ ഒന്നുമല്ലോ. പറയാനായിട്ട് പറ്റും. ഇങ്ങനെ ഉരുണ്ടു മറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിന് 4-ാമത്തെ പാരഗ്രാഫിൽ ഇന്ന കാര്യമുണ്ടായിരുന്നു, അവിടെ ആചാര്യന്മാരോടൊക്കെ ചോദിക്കണം, അവിടെ നല്ലവരായ സാമൂഹ്യ പരിഷ്കർത്താക്കളോട്, അതായത് അഴിമതിക്കാരല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളോട് ചോദിക്കണം, അവരോടൊക്കെ ചോദിച്ച് ഒരു തീരുമാനത്തിൽ എത്തണമെന്നും. ഇതൊന്നും സുപ്രീം കോടതിയിൽ വാദത്തിനിടെ കണ്ടില്ല കേട്ടോ. ഒറ്റക്കാര്യത്തിലാണ് സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നിന്നത്, അതായത് തുല്യതയ്ക്കാണ് അവിടെ പ്രാധാന്യം എന്നുള്ളത്. മതസ്വാതന്ത്ര്യത്തിന് പോലുമല്ല, അതുപോലും സംസ്ഥാന സർക്കാരിന്റെ വാദമല്ലായിരുന്നു. തുല്യത 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് തന്നെയാണ് 2016 നവംബറിൽ 1ാം പിണറായി സർക്കാർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ മറിച്ചൊരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു, യുവതീ പ്രവേശനം സാധ്യമല്ല എന്നത്. അതല്ല ഞങ്ങളുടെ നിലപാടെന്ന് 2017 നവംബറിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതാണ് സുപ്രീം കോടതി ആ വിധിയിൽ തന്നെ 28-ാമത്തെയും 29-ാമത്തെയും പേജ് എടുത്താൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, അത് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാട് മാറ്റിയത്, പിന്നീട് പിണറായി സർക്കാർ വന്നപ്പോൾ പഴയ നിലപാടിലേക്ക് പോയത്, ഇതെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ അന്ന് കൊടുത്ത അഫിഡവിറ്റിന്റെ 4-ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാൻ. അത് സുപ്രീം കോടതി പോലും അത് പരിഗണിച്ചിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ അതെടുത്തുകൊണ്ടുവന്നാണ് പറയുന്നത് ഞങ്ങളുടെ നിലപാട് ഇതല്ല, അതായിരുന്നു എന്ന്. സുപ്രീം കോടതി പരിഗണിച്ചില്ല എന്നുള്ള കാര്യം തന്നെ രാജീവ് പറയുന്നുണ്ടല്ലോ. മിനിസ്റ്റർ രാജീവ് അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഒരാശയം സാമൂഹ്യ ശക്തിയാവുന്നുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്യുന്നൊരു പാർട്ടിയാണ്. കാര്യം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ജനങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അഭിപ്രായങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം CPM-നുണ്ട്. കാര്യം ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധമാണ്. ഇതിനകത്ത് ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്കോ കോൺഗ്രസിനോ ആത്മാർത്ഥമായി വിധി നടപ്പിലാക്കുന്നതിൽ താല്പര്യമുണ്ടോ? താല്പര്യമില്ലെന്നാണ്. RSS തന്നെ U-ടേൺ എടുത്തതാണ് ഈ ഒരു വിഷയത്തിൽ. അതുപോലെ തന്നെ ഈ U-ടേൺ എടുത്തവരുടെ ആളുകൾ തന്നെയാണ് ഇന്ന് പറയുന്നത് CPM ഇതിനകത്ത് U-ടേൺ എടുക്കുന്നു, LDF സർക്കാർ ഇതിനകത്ത് U-ടേൺ എടുക്കുന്നു എന്ന് ആവശ്യപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് U-ടേൺ എടുക്കുക, ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എങ്ങനെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു ഇഷ്യൂനകത്ത് നിന്ന് എങ്ങനെ ഇലക്ട്രൽ ഗെയിൻസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നീക്കം മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത്. ഏത് മാർഗത്തിലൂടെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ഹുക്ക് ഓർ ക്രൂക്ക്, ശബരിമല വിധിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ശാസനം ഉണ്ടെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും രീതിയിൽ പോയാലും വേണ്ടില്ല, 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ ഈ പണിക്കില്ല, തുല്യത അതിനപ്പുറം കളിക്കാൻ ഞങ്ങളില്ല എന്ന് പറയാനുള്ള ആർജവും കാട്ടുന്നില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല ഞങ്ങൾ ജനങ്ങളോട് ഇടപഴകുന്ന പാർട്ടിയാണെന്ന്. അപ്പോൾ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, വൈകിയാണെങ്കിലും. ശരി, ശ്രീ സേനാപതി വേണു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.